നിങ്ങളെല്ലാവർക്കും ജോബ് ചാംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്വൈഹാനിലുള്ള ഒരു അടിപൊളി ഫാം സ്റ്റേയുടെ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ സ്വൈഹാനിലുള്ള ഈ ഫാമിൻ്റെ പേര് ഡെസ്വ്യൂ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വൈഹാനിന്ന് കുറച്ച് ഉള്ളോട്ടായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇതുള്ളത്. നമ്മൾ കുറച്ചൊരു ഓഫ് റോഡ് കൂടി പോകണം. സാധാ വണ്ടിയൊക്കെ പോകുന്ന കുറച്ച് ഹാർഡായ റോഡ് തന്നെയാണ്. സാധാ വണ്ടികളൊക്കെ പോകും. വലിയ വണ്ടിയാണെങ്കിൽ കുറച്ച് സ്മൂത്തായിട്ട് പോകാൻ പറ്റും. അപ്പം ഈ ചൂടില്ലാത്ത കാലാവസ്ഥയിലൊക്കെ ഇവിടെ വരികയാണെങ്കിൽ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഔട്ട്ഡോർ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പം ഔട്ട്ഡോർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അതിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ് ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ ചെറിയൊരു വാട്ടർ ഫൗണ്ടൈനുണ്ട് ഇതിന് തൊട്ട് പിറകിലായിട്ട് തന്നെ. പിന്നെ വേറെ സൗകര്യങ്ങൾ ഇവിടെ ഉള്ളത് ചെറിയ വോളിബോൾ കോർട്ടുണ്ട്, ചെറിയ ഇതിൽ ഫുട്ബോൾ കളിക്കാനുള്ള ചെറിയൊരു കോർട്ടുണ്ട്. അപ്പോൾ ഈ ഫാം ഹൗസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടുത്തെ ഒരു സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ സ്വിമ്മിങ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇപ്പോൾ അതുള്ളത്. അപ്പോൾ ഒരു കുട്ടികൾക്കുള്ള ഭാഗത്ത് കുറച്ച് ഹൈറ്റ് കുറവാണ്, വലിയ ആൾക്കാർക്കൊക്കെ ഉള്ള ഭാഗത്താണെങ്കിൽ കുറച്ച് ഹൈറ്റ് കൂടുന്ന രീതിയിലാണുള്ളത്. നല്ല ചൂടുള്ള സമയമാണ്, പക്ഷെ എന്നാലും സ്വിമ്മിങ്ങിന് അത്ര വലിയ വെള്ളത്തിന് അത്ര ചൂടൊന്നുമില്ല. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഞങ്ങൾ നീന്തി കഴിഞ്ഞു. അപ്പോൾ ഒന്ന് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചിട്ട് പുറത്ത് എന്തൊക്കെയല്ല എന്നുള്ളത്. ഇവിടെ കാര്യമായിട്ടുള്ളത് പറഞ്ഞാൽ നമുക്കൊരു മജ്‌ലിസ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഒരു ചെറിയ പ്രോഗ്രാമൊക്കെ ഒരു നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ 50 ആ റേഞ്ചിലുള്ള ആൾക്കാർക്ക് ചെറിയൊരു പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള ഒരു ഹാൾ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഒരു 3 റൂമുകളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഹാളിൽ മജ്‌ലിസൊക്കെ കിടക്കാനായിട്ട് യൂസ് ചെയ്യുക. അവർ ബെഡൊക്കെ സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മജ്‌ലിസാണ്. നല്ല വലുപ്പമുള്ളൊരു മജ്‌ലിസാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സ്വറ പറയാനൊക്കെ പറ്റുന്നൊരു മജ്‌ലിസുണ്ട് ഇവിടെ. അത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റാണ്. അതേപോലെ തന്നെ ഇത്ര നല്ലൊരു വലുപ്പത്തിലുള്ള ഒരു ഹാളുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഹാളും ഇതിന് തൊട്ടപ്പുറത്തായിട്ടുണ്ട്. ഈ മജ്‌ലിസിനോടനുബന്ധിച്ച് ചെറിയൊരു കിച്ചൺ സൗകര്യമുണ്ട്, ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മ്യൂസിക് സിസ്റ്റം ചെറുതായിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രോഗ്രാംസൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പറ്റിയൊരു അടിപൊളി സ്ഥലമാണത്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ഹാള്. നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. ചെറിയൊരു സ്റ്റേജിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പം എന്തെങ്കിലും ഫാമിലി ഗെറ്റ് ടുഗദർ അല്ലെങ്കിൽ എന്തെങ്കിലും ഓണാഘോഷ പരിപാടികൾ അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ഒരു പറ്റിയ ഒരു സ്ഥലമാണ്. കാരണം ഇതൊരു കാമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു നമ്മുടെ സിറ്റിയുടെ തിരക്കൊന്നൊക്കെ ഒഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണിത്. നമ്മൾ നേരത്തെ കണ്ട മജ്‌ലിസിനും ഹാളിനും പുറമെ ഇവിടെ 2 റൂമുകളാണുള്ളത്. ഒരു ഹൗസ്ബോട്ടിൻ്റെ രൂപത്തിലുള്ള 2 റൂമുകളാണുള്ളത്. അപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതല്ലോ. അപ്പം അതിൻ്റെ ചുറ്റും ഇങ്ങനെ വെള്ളം ഒക്കെ വെക്കാനുള്ള ഒരു പ്ലാനും കൂടി ഇവർക്കുണ്ട്. അപ്പം കുറച്ച് കഴിയുമ്പം ആ രീതിയിലേക്ക് അത് മാറും.
ഇവിടുത്തെ ഫർണിച്ചറുകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫർണിച്ചറുകളാണ്. ഇപ്പം റീസെൻ്റ്ലി ഉണ്ടാക്കിയതുകൊണ്ടാണ് പുതിയ ഫർണിച്ചറുകളാണ് അല്ല ഉള്ളത്. നമ്മളൊരു സാധാരണ ഹോട്ടലിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഫർണിച്ചറുകളും സെറ്റപ്പൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പിന്നെ കാര്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ഇരിക്കാനുള്ള 2 ചെയർസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒരു കപ്പ് ടേബിൾ ഉണ്ട് ഇവിടെ സൈഡിലാണെങ്കിൽ. നിങ്ങൾ ചെറിയ രീതിയിലൊക്കെ കുക്ക് ചെയ്യാൻ പറ്റിയ ഇൻഡക്ഷൻ ഒരു കുക്കർ അവിടെയുണ്ട്. ചെറിയൊരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഈ റൂമിലെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ബാത്റൂം ഉള്ളത്. നല്ല രീതിയിലൊരു ബാത്റൂം തന്നെയാണ്, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. അപ്പം ഇതൊരു പുതിയ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം നല്ല പെർഫെക്റ്റ് കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ആ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യങ്ങൾ സ്പെഷ്യലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പ്ലേ ഗ്രൗണ്ടിനെയും കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തും അവിടെയും ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ റൂമിൻ്റെ അടുത്താണെങ്കിൽ റൂമിനടുത്ത് നിങ്ങൾക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ 2 റൂമിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പുറത്തെ റൂമിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ വ്യൂ ആണ്. കാരണം ഒരു നല്ലൊരു ഡെസേർട്ടിന് നല്ലൊരു അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റും. നിലവിലിപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു ഫാം സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഐഡിയ. ഇതാണ് ഇവിടുത്തെ ഫുട്ബോൾ കളിക്കാനുള്ള കോർട്ട് എന്നാണ്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഒരു 4 പേർക്കോ 5 പേർക്കൊക്കെ ഒരു ടീമിൽ നിന്നിട്ട് കളിക്കാനുള്ള ഒരു സൈസുള്ള ഒരു ഫുട്ബോളിൻ്റെ കോർട്ടാണുള്ളത്. അപ്പോൾ നല്ല മണ്ണിൽ കളിക്കുകയും ചെയ്യാം. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു വോളിബോൾ കോർട്ടും ഉണ്ട്. അപ്പോൾ ഈ ഫാമിനോടനുബന്ധിച്ച് ചെറിയൊരു പൗൾട്രി ഫാമും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള മുയലുകൾ, കോഴികൾ, ആടുകൾ, അങ്ങനത്തെ ഒരു ചെറിയൊരു പൗൾട്രി ഫാമാണ് ഇവിടെ ഉള്ളത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ 4x4 വെഹിക്കിൾ ഉണ്ടെങ്കിൽ ഇതിന് തൊട്ടടുത്ത് തന്നെ നല്ലൊരു ഡെസേർട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഡെസേർട്ട് ഡ്രൈവൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ഡെസേർട്ട് ഇതിന് തൊട്ടടുത്ത് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 4x4 വെഹിക്കിൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ചെയ്യുകയും വേണം. പിന്നെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ബർത്ത്ഡേ പാർട്ടീസൊക്കെ നടത്താനുള്ള നല്ലൊരു വിശാലമായ ഒരു ഹാളുണ്ട് ഇവിടെ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹാൾ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം വലിയ പരിപാടി തന്നെ അവിടെ നടത്താൻ പറ്റും. പിന്നെ അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ ഉള്ള ഒരു സ്പേസ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയൊന്നും ബോധവരാവേണ്ട ആവശ്യമില്ല. രാത്രി സമയത്ത് നല്ലൊരു അടിപൊളി വൈബാണ്. കാരണം അങ്ങനത്തെ ഒരു നോയ്സ്, അങ്ങനത്തെ വേറൊരു നോയ്സ് എന്നല്ല. ഇവിടെ ഇങ്ങനെ ഈ വെള്ളം ഒഴിക്കുന്ന ആ ഒരു സൗണ്ട് മാത്രമാണുള്ളത്. പിന്നെ വേറെ ഇതിൽ മറ്റു ഭാഗത്തൊന്നും അധികം വെളിച്ചമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു രസമാണ്. കാരണം നമുക്കൊരു എന്തായാലും ഒന്ന് റിലാക്സ് ചെയ്യാൻ, സിറ്റിയിൽ നിന്നൊക്കെ മാറി എന്തെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നോക്കുന്നെങ്കിൽ അപ്പോൾ ഇതിനൊക്കെ പറ്റിയൊരു കിടിലൻ സ്ഥലമാണിത്. ഫാമിൻ്റെ പുറത്ത് തന്നെ ക്യാമ്പ് ഫയറിനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. എന്തെങ്കിലും നൈറ്റിൽ എന്തെങ്കിലും ഇവൻറ്റ്സ് സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിനൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി.